പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആദ്യ വെള്ളിയാഴ്ചയുടെ എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ്. അട്ടപ്പാടിയിൽ എത്തിയിട്ടോ. ഇന്ന് ബഹുമാനപ്പെട്ട സേവക വട്ടായലിസിന്റെ ആദ്യ വെള്ളിയാഴ്ചയും അട്ടപ്പാടിയും ഞങ്ങൾ തമ്മിൽ അച്ഛനും വട്ടായലിസിനും ഒരു വലിയൊരു ആത്മബന്ധമാണ്. ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് അച്ഛൻ 2015 ഇറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട സേവക വട്ടായലിസ് പറഞ്ഞതിനെപ്പോഴും ഓർക്കുന്നത് വെച്ചാൽ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ എന്നൊക്കെ ഞാനിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ശരിക്കും പ്രിയ സഹോദരൻ, അതുകൊണ്ട് തന്നെ ആദ്യ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിനമുണ്ടെങ്കിൽ നമുക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അച്ഛൻ നിർബന്ധമായിട്ടും അവിടെ പോകാറുണ്ട്. അച്ഛൻ്റെ കൂട്ടായ്മയിൽ ഒരുമിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു പുതിയൊരു അഭിഷേകം, പ്രിയ സഹോദരങ്ങളെ, പല പ്രതികൂലങ്ങളിലും സങ്കീർണങ്ങളുടെയൊക്കെ നടുവിലാണെങ്കിലും ഒരു പുതിയൊരു അഭിഷേകം അപ്പം തന്നെ വരുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിന് പോകുന്ന വഴി തന്നെ ഒരു പ്രാർത്ഥനയിലാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, ഒരു പ്രാർത്ഥനയിൽ തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായൊരു അഭിഷേകത്തിൻ്റെ ദിവസമാണ്. എങ്കിൽ നമുക്ക് 12 ആദ്യ വെള്ളിയാഴ്ചകളാണ് ഒരു വർഷത്തിൽ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വെള്ളിയാഴ്ച, ആ ഒരു ആദ്യ വെള്ളിയാഴ്ച പോലും നമ്മൾ മാർഗ്രറ്റ് മേരി അലക്കോക്കിനെ ഈ ആദ്യ വെള്ളിയാഴ്ച ആചരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകൾ വെളിപ്പെടുത്തിയ കാര്യം, ഈശോ വെളിപ്പെടുത്തിയ കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും നമ്മൾ വളരെ ശ്രേഷ്ഠമായിട്ട് അതിനെ ഭംഗം വരുത്തുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാനും പാടില്ല എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സുറിയാനി കത്തോലിക്കർക്ക് ഒരുവിധം വിശ്വാസമുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു സുഹൃത ജപമാണ്. അത് ഇങ്ങനെയാണ്: അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ എൻ്റെ ആശ്രയമേ. അല്ലെ, നമുക്ക് ആശ്രയിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് ആരും ഇല്ല എന്നുള്ളത് ഒരു സങ്കടമല്ലേ? സംഭവം ശരിയാണ്. എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മാതാപിതാക്കളുണ്ട്, ഉറ്റ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ചില സമയങ്ങളൊക്കെ നമുക്ക് തോന്നിയിട്ടില്ല എനിക്ക് ആശ്രയിക്കാൻ ആരും ഇല്ലാത്ത ഒരവസ്ഥ. പ്രിയ സഹോദരങ്ങളെ, അമ്മ ശരിയായി നമ്മൾ ആശ്രയിക്കാൻ പറ്റാവുന്ന സ്വർഗം നൽകിയ അമ്മയാണ്. ഭൂമിയിലെ അമ്മയല്ല പരിശുദ്ധ കന്യകാമാതാവ്, സ്വർഗത്തിൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഇങ്ങനൊരു പ്രചോദിതമായി ഇങ്ങനൊരു സുഹൃത ജപം, സ്വർഗം നൽകിയ സുഹൃത ജപം അവർക്ക് സ്വീകരിക്കാൻ പറ്റിയത്. അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോഴെങ്കിലും നമ്മളുടെ ഈ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ പെട്ടത് തിരുനാളാഘോഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഫെസ്റ്റിവലായിരിക്കാം. ചിലപ്പോഴെങ്കിലും നമ്മുടെ കൃപയെ നഷ്ടപ്പെടുത്തുന്ന ആഘോഷങ്ങൾ വേണം സഹോദരങ്ങളെ, കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ കൃപാജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന ആഘോഷങ്ങളെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും ഒരു ശാശ്വതമായ ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആഘോഷങ്ങൾ വേണം, നമുക്ക് കൂട്ടായ്മകൾ വേണം. പക്ഷേ നമ്മുടെ കൃപാജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരാഘോഷവും ഒരു കൂട്ടായ്മയും ഞാൻ എന്ന വ്യക്തി അനുവദിക്കാതിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഒരു സ്വർഗീയമായ ആത്മീയമായ വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. അത്തരത്തിലുള്ളൊരു ആത്മീയ വളർച്ച ധാരാളമായിട്ട് എന്നെ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, അച്ഛനും നിങ്ങൾക്കൊക്കെ ഈശോ നൽകട്ടെ. അമ്മേ എൻ്റെ ആശ്രയമേ, രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.